ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലോകിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ദേവമംഗലത്തുകാരോട് കുറച്ച് അനുകമ്പയും തോന്നുന്നുണ്ട്. അത് വല്യച്ഛനോട് വന്ന് പറയാണ്, വല്യച്ഛ അപ്പുറത്തെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടണ്ടേ? എന്ത് പ്രശ്നം? ആ ഉദയഭാനു ഇത്രയും വലിയൊരു ചതിയും വഞ്ചനയും ആ കുടുംബത്തോട് കാണിച്ചില്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ ചോദിക്കണ്ടേ വല്യച്ഛാന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ അനന്തം പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് അവിടുത്തെ പ്രശ്നങ്ങൾ അവർ തന്നെ തീർത്തോളും. നമ്മൾ അങ്ങോട്ട് പോവേണ്ട കടമയൊന്നും ഇല്ല മോനെ എന്ന് പറഞ്ഞ് ഇത് കേട്ടും കൊണ്ട് അച്യുതം വരിക കേട്ടോ. അച്യുതം വന്ന് ആദ്യം അലോകന് 2 വഴക്കാണ് കൊടുക്കുന്നത്. എടാ, നീ നിൻ്റെ പണി നോക്ക്. നിനക്കിപ്പോൾ ദേവമംഗലത്തുകാരുടെ എന്താ ഇപ്പോൾ ഇത്ര കൂറൊക്കെ വന്നിട്ടുണ്ടല്ലോ. അനുമോള് നിൻ്റെ കേസ് പിൻവലിച്ചതോടു കൂടിയാണോ നിനക്ക് ഇത്ര സ്നേഹം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഉദയഭാനു അയാൾ അവിടെ ചതിയും വഞ്ചനയും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ആവശ്യം തന്നെയാണ് അവർക്ക്. ഇവിടുന്ന് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഇതുപോലൊരു സഹോദരി. കല്യാണമെല്ലാം ഉറപ്പിച്ച് വെച്ച് രാഖി രാമായണ തലേ ദിവസം എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ പെണ്ണിനെ ഇവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയവനല്ലേ ബാലൻ. അതുകൊണ്ട് അവൻ അനുഭവിക്കണം. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പം കിട്ടുന്നത്. എന്നാലും അച്ഛാ, എന്തച്ഛാ, മര്യാദയ്ക്ക് നീ പൊക്കോ. ഇനി അനുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ നീ വിചാരിക്കണ്ട. ഏട്ടൻ ആ അമേരിക്കക്കാരിയുടെ കല്യാണം ആലോചന കൊണ്ടുവന്നത് ഓർമ്മയുണ്ടല്ലോ. അത് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് ഉറപ്പിക്കാൻ പോവുകയാണ്. അതിനുള്ള സമ്മതം നീ മൂളണം, അത്രയേ ഉള്ളൂ. പൊക്കോ, നീ കയറി പോവാം. അങ്ങനെ അലോക് അവിടുന്ന് കയറി പോവാൻ കേട്ടോ. അപ്പോൾ അച്യുതനോട് അനന്തം പറയുന്നുണ്ട്, അലോക് പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. എന്താ ഏട്ടനും ഇപ്പോൾ അവരോട് കൂറുണ്ടായോ? അത് ശരി, അപ്പം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി, ഞാൻ വേറെ, അങ്ങനെയാണോടാ പറഞ്ഞത്? എന്നാൽ പിന്നെ ഞാനും അങ്ങനെ ആവാം അല്ലേ? ഓ അത് ശരി, നീ അപ്പം ദേവമംഗലത്തുകാരെ കൂടെ ആവാന്നാണോ നീയും പറയണത്? പിന്നല്ലാതെ ഏട്ടൻ എന്തും ആവാമല്ല. എടാ, അങ്ങനെയാണോ ഞാൻ ഉദ്ദേശിച്ചത്? അവിടെ ഇപ്പം നടന്നത് ഒരു വല്ലാത്തൊരു വിഷമം ഉള്ള കാര്യം തന്നെയാണ് എന്നും പറഞ്ഞ് ബാലനോടുള്ള ശത്രുത നമുക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. അത് ജീവിതകാലം മുഴുവൻ ആ ശത്രുത അങ്ങനെ തന്നെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ, നമുക്കിവിടെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും എന്നും ഒറ്റക്കെട്ടായിരിക്കും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കണം. പറഞ്ഞു മനസ്സിലായോ? അതാണ് ഞാനും പറഞ്ഞ കേട്ടാ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അങ്ങനെ തന്നെ വേണം. ബാലനെ തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഉദയഭാനുവിനെ കൂട്ടുപിടിക്കാൻ പോവുക എന്നിങ്ങനെ അച്യുതം പറയാം കേട്ടോ. അപ്പോൾ അനന്തന് കൂടുതലൊന്നും പറയാനും പറ്റുന്നില്ല. അവൻ്റെ ഇഷ്ടത്തിന് എന്താ ചെയ്യട്ടെ എന്നും പറഞ്ഞ് വിട്ടുകൊടുക്കുകയാണ്. എന്തായാലും ഉദയഭാനുവിനെ കാണാനായിട്ട് പോവാനും പ്രശ്നങ്ങൾ ഇതിലും വലിയ വഷളാക്കാനും എരികേറ്റി കൊടുക്കാനും പോവാൻ വേണ്ടി തയ്യാറെടുത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണ് നമ്മുടെ അച്യുതൻ. തൊട്ടപ്പുറത്ത് ദേവമംഗലത്താണെങ്കിലും ഇന്നത്തെ ദിവസം മൊത്തത്തിലാകെ തകർന്ന് തരിപ്പണമായ ദിവസമാണല്ലോ. എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ബാലനാകെ തകർന്ന് നമ്മുടെ ആനന്ദിൻ്റെ വിഷമം കണ്ടിട്ട് സഹിക്കാനാവില്ല. അങ്ങനെ ആനന്ദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആനന്ദിന് മുന്നിൽ കൈ കൂപ്പി അങ്ങ് തൊഴുവാട്ടോ. മോനെ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാണ്ട്, എനിക്കറിയില്ലായിരുന്നു മോനെ ഇവരൊക്കെ ഇങ്ങനെയാണെന്ന്. അച്ഛൻ ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ആരോടും കള്ളത്തരം കാണിക്കുകയോ ചെയ്തിട്ടില്ല. സത്യസന്ധമായിട്ടാണ് ഇന്നേ വരെ ജീവിച്ചത്. അച്ഛൻ വിചാരിച്ചു കാണുന്നവരെല്ലാവരും അങ്ങനെ തന്നെ ആവുമെന്നല്ലേ. പക്ഷേ ആരുടെയും മനസ്സ് കാണാൻ അച്ഛന് സാധിച്ചില്ലല്ലോ മോനെ. എൻ്റെ മോനെ വലിയൊരു കുഴിയിൽ കൊണ്ട് തള്ളിയിടേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കടാ, നീ എന്നെ ശപിക്കല്ലേടാ എന്നൊക്കെ പറഞ്ഞ് തൊഴുതപേക്ഷിക്കുകയാണ്. ആനന്ദിന് സങ്കടം പൊട്ടിപ്പോയി. അച്ഛൻ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ, അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ അച്ഛൻ്റെ സങ്കടം സഹിക്കാൻ അവിടെ ആര്യനും ആകാശം കൂടെ വന്നിട്ട് പറയണ്ട, ഞങ്ങളും ഇപ്പോഴല്ലേ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അച്ഛനും അതുപോലെ ഇപ്പം തന്നെയല്ലേ കാര്യങ്ങൾ അറിഞ്ഞത്, അല്ലാതെ നേരത്തെ അറിഞ്ഞിട്ട് ഒളിച്ചു വെച്ചിട്ടല്ലല്ലോ ഏട്ടൻ ഈ വിവാഹാലോചന കൊണ്ടുവന്നത്. അതുകൊണ്ട് അച്ഛൻ ഒരു തരത്തിലും തെറ്റുകാരനാവില്ല. അച്ഛൻ വിഷമിക്കാതെ. ആനന്ദേട്ടന് അങ്ങനെ ഒരു വിഷമം ഇല്ല. അപ്പോൾ ആനന്ദ് പറയാം, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഇത്ര നാളും ഞാനിത് മനസ്സിലടക്കി വെച്ചിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അച്ഛൻ്റെ ഈ സങ്കടം കാണാൻ വയ്യാഞ്ഞിട്ടാ. അച്ഛൻ തകർന്നു പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ഛൻ സങ്കടപ്പെടരുത് എന്നിങ്ങനെ പരസ്പരം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഗോമതിയും ബാലനെ ഒത്തിരി വഴക്ക് പറഞ്ഞല്ലോ. ഗോമതി വന്ന് ബാലനോട് തൊഴുതിട്ട് പറയാം, ബാലേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാനും അറിയാണ്ട് എന്തൊക്കെയോ ദേഷ്യത്തിൽ വിളിച്ചു പോയി. നമ്മുടെ ആനന്ദിൻ്റെ സങ്കടം കണ്ടപ്പോൾ അങ്ങനെ പറയാൻ തോന്നിപ്പോയതാ. സാരമില്ല ഗോമതി, നിങ്ങൾ ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും അതിലൊരു തെറ്റുമില്ല. ഞാനും അതിൽ ഒരു പങ്ക് എനിക്കും ഉണ്ടല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. ബാലേട്ടൻ ആരെയും ചതിക്കാത്തവനാ. അതുകൊണ്ട് ബാലേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം, അവരാണ് ഇത് എത്രയും ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പം മീനാക്ഷി അവിടെ നിന്ന് പറയാ, ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു. ആ ഉദയഭാനും ഭാര്യയും ചെയ്തതൊന്നും ശരിയായില്ല, ഒക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ ദേവിയെത്തി ഇവിടുന്ന് ഇറക്കി വിട്ടത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയാട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ ഗോമതിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഇങ്ങോട്ട് വന്ന് പറയാം, മീനാക്ഷി നീ എന്താ പറഞ്ഞത്? ദേവിയെ ഇവിടുന്ന് ഇറക്കി വിട്ടത് ശരിയായില്ലെന്നോ?
നീ എന്താ അവളെ സൈഡിൽ നിന്ന് പറയുന്നത്? നീ ഇതൊന്നും ഇവിടെ നടന്നതൊന്നും കണ്ട് കേൾക്കൊന്നും ചെയ്തില്ല? നിനക്കറിയോ, നിന്നെക്കാളും കൂടുതൽ അല്ലെങ്കിൽ മിത്രയെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് ആരെയാണ്? അവളെയല്ലേ തലയിലെടുത്തുകൊണ്ട് വെച്ച് നടന്നത്. എടി, അവൾ ഇവിടുന്ന് ജോലിക്ക് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ മനസ്സ് പിടയുന്നത് നീ കണ്ടിട്ടില്ലേ? തിരിച്ച് എപ്പോൾ വരും, എങ്ങനെ വരും? താമസിക്കുമ്പോൾ എൻ്റെ വെപ്രാളം, ചോറ് കെട്ടി വെപ്രാളം പിടിച്ച് ഞാൻ ബാഗിൽ വെച്ച് കൊടുക്കും. എന്തൊക്കെയായിരുന്നു ഞാൻ അവൾക്ക് വേണ്ടിയിട്ട്, നീ ആലോചിച്ച് നോക്ക്. അപ്പോഴൊക്കെ അവൾ എന്താ വിചാരിക്കുക? അവരതൊക്കെ ചെയ്ത് തന്നോട്ടെ, ഞാൻ കാണിക്കണൊക്കെ കള്ളത്തരമല്ലേ എന്ന് അവളും ഉള്ളിൽ ചിരിക്കായിരുന്നായിരിക്കും അല്ലേ? നമ്മളെല്ലാവരും അവൾ വിട്ടിയാക്കിയില്ലേടി പറ. അല്ലെങ്കിൽ ഞാനൊരു പൊട്ടിക്കാളി. എനിക്കെല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഉള്ളിലുള്ള വഞ്ചനയും ചതിയൊന്നും എനിക്ക് കണ്ടാൽ തിരിച്ചറിയാനും പറ്റുന്നില്ല. അതൊക്കെ എൻ്റെ തലയിൽ എഴുത്തായി പോയില്ലേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ മീനാക്ഷി പറഞ്ഞു, അങ്ങനെയല്ലമ്മേ ഞാൻ വിചാരിച്ചത്. ദേവിയെടുത്തി പക്ഷേ നമ്മളോടൊക്കെ ഇവിടെ വലിയ സ്നേഹത്തിലായിരുന്നല്ലോ. ദേവിയെടുത്തിൻ്റെ അവസ്ഥയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്താ അവസ്ഥ? എൻ്റെ മോനെ ഇത്രത്തോളം ആക്കിയിട്ട് അവൾക്കൊരു വാക്ക് പറയായിരുന്നില്ലേ നമ്മളോട്? ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെന്താ അവളെ സ്വത്തോ പണമോ എന്ത് സ്വർണമോ ഇതൊക്കെ കണ്ട് മോഹിച്ചിട്ടാണോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അതൊക്കെ ശരി തന്നെ അമ്മേ, പക്ഷേ നീ മിണ്ടരുത്, ഇനി ഒറ്റ അക്ഷരം മിണ്ടി പോരുത് മീനാക്ഷി എന്നും പറഞ്ഞ് ഗോമതിയും എല്ലാവരും കൂടെ സങ്കടപ്പെട്ടങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആകാശം പറഞ്ഞിട്ട് പോട്ടെ, ഇതെല്ലാം അങ്ങ് മറന്നു കളയാൻ പറയുമ്പോഴും വീണ്ടും മീനാക്ഷി പറഞ്ഞു, അങ്ങനെ മറക്കാൻ പറ്റുമോ നമുക്ക് ദേവിയെടുത്തെ? ഇനിയും കരഞ്ഞ് ഇവിടെ ഇങ്ങനെ നിന്നാൽ പറ്റില്ല. എല്ലാവരും വല്ലാത്ത സങ്കടം. അപ്പോൾ ആനന്ദ് തന്നെ ചാടി എണീച്ചിട്ട് പറയാം, അതെ നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ആകാശ് പോയി, ആര്യനും പോയി കുറച്ച് ഫുഡൊക്കെ കടയിൽ നിന്ന് വാങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരുടെ പറയാണ്. മീനാക്ഷി അടുത്തൊക്കെ പറയാം ഇതെല്ലാവർക്കും എടുത്തു കൊടുക്കാൻ. ഗോമതി കഴിക്കുന്നില്ല, ബാലൻ കഴിക്കുന്നില്ല, ആർക്കും ഒരു തുള്ളി വെള്ളം ഇറങ്ങാത്ത അത്രയ്ക്ക് വിഷമം. കുറേ നേരമായിട്ടും ആനന്ദ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ആനന്ദ് പെട്ടെന്ന് ചാടി എണിച്ച് പറയാം, നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അനുമോളെ നിനക്കെന്താ വിശപ്പില്ലേ? മിത്രേ, മീനാക്ഷി എന്താ ഇത്? അമ്മേ, അച്ഛ ആഹാരം കഴിക്കുക. നിങ്ങളാരും ഇങ്ങനെ പട്ടിണി ഇരിക്കേണ്ട. ഇവിടെ ആരെങ്കിലും ചത്തോ? ഇല്ലല്ലോ. എനിക്ക് യാതൊരു വിഷമവുമില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇന്നെങ്കിലും ഇതെല്ലാം സത്യാവസ്ഥ പുറത്തു വന്നു. ഇവിടുന്ന് പുറത്തു പോവേണ്ടവരൊക്കെ പോവുകയും ചെയ്തു. എല്ലാം കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിക്കുക. അല്ലാതെ പട്ടിണി ഇരിക്കേണ്ട. നിങ്ങളൊക്കെ പട്ടിണി ഇരുന്ന ആർക്കാ നഷ്ടം? പോയവൾക്കാണോ നഷ്ടം? അല്ല, നമുക്ക് തന്നെയാണ് നഷ്ടം. എല്ലാവരും കൊണ്ട് ഫുഡ് കഴിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ആനന്ദ് എല്ലാവരെയും കൊണ്ട് നിർബന്ധിച്ച് മനസ്സൊക്കെ. അപ്പോൾ ആനന്ദിൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതെല്ലാം മറച്ചു വെച്ചിട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിൽക്കുന്ന ആനന്ദിനെ കാണുമ്പോൾ ഇവർക്ക് വീണ്ടും ചങ്ക് പറഞ്ഞു പോവാട്ടോ. അങ്ങനെ സങ്കടത്തിലാണ് അവർ. എന്നാലും ആനന്ദ് ബാലനോടും ഒക്കെ പറഞ്ഞിട്ട് ആ ഫുഡ് കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവി പോയിട്ടുണ്ടല്ലോ ഇവിടുന്ന്. റോഡ് വഴിയരികിൽ വെച്ച് തന്നെ അവിടെ അങ്ങോട്ട് ചർച്ച തുടങ്ങിയിട്ടുണ്ട്, ശ്രീകലയും ഉദയഭാനും കൂടെ. പക്ഷേ ദേവി കുറേയൊക്കെ ആയിട്ട് ഒരിടത്ത് പോയി ഇരിക്കട്ടെ തളർന്നിട്ട്. ഞാൻ ഇച്ചിരി വെള്ളം വാങ്ങി വരാമെന്ന് പറഞ്ഞു. ദേവാനു ഒരു ബോട്ടിൽ വെള്ളവുമായിട്ട് വരികയാണ്. അന്നേരം ദേവിക്കാണെങ്കിൽ പെട്ടെന്നൊരു തലകറക്കം പോലെ വരുവാണ് കേട്ടോ. വല്ലാത്ത ക്ഷീണവും ഒക്കെ ആയില്ലേ, ടെൻഷനൊക്കെ ആയിട്ടാണ്. ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് ദേവിക്ക് പെട്ടെന്നൊരു ആലോചന വരുക. അവരെന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു, സത്യാവസ്ഥ എല്ലാവരും അറിഞ്ഞു. പക്ഷേ എൻ്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറായില്ല. ഞാനൊട്ട് പറഞ്ഞതും ഇല്ലല്ലോ ദൈവമേ എൻ്റെ ഭാഗം. എനിക്കത് പറയണം, എൻ്റെ സത്യാവസ്ഥ, എൻ്റെ നിരപരാധത്തെ അവിടെ തെളിയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് പോവാട്ടോ. എടി നീ എങ്ങോട്ട് പോവാന്ന് പറഞ്ഞോട്ട് ശ്രീകല. വിട്ട് എന്നെ വിടാനാ അമ്മയോട് പറഞ്ഞത്. എടി എന്താ കാര്യം പറ. വിട്ടേ, എനിക്ക് പോകണം. എവിടെ പോകണം? എനിക്ക് ദേവമംഗലത്ത് പോകണം. അവിടെ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോഴേ ഞാൻ ആകെ പേടിച്ച് വിറച്ച് പോയി. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളതൊന്നും എനിക്ക് അവിടെ പറയാൻ പറ്റാത്തതമ്മേ. അതുകൊണ്ട് എനിക്ക് എൻ്റെ സത്യാവസ്ഥ പറയണം. ആനന്ദേട്ടനോട് മാത്രമല്ല എല്ലാവരോടും പറയണം. എന്തൊക്കെയാണ് സംഭവങ്ങൾ എനിക്ക് നടന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, ഇതെല്ലാം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ദേവി പോവാനായിട്ട് തയ്യാറെടുക്കട്ടോ. അപ്പോൾ ശ്രീകലയും ഉദയഭാനും കൂടെ പറയും, ദയവ് ചെയ്ത് നീ ഇപ്പം അങ്ങോട്ട് ചെന്ന് കയറേണ്ട മോളെ. അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ കണ്ണിൽ കണ്ടതല്ലേ. നിന്നെ അവിടുന്ന് അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ തിരിച്ച് കയറ്റാനും എനിക്കറിയാം. അതുകൊണ്ട് നീ ആ ഒരു കാര്യത്തിൽ പേടിക്കേ വേണ്ടാന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മുടെ ദേവിക്ക് വാശി പോയേ പറ്റുള്ളൂ എന്ന്. ദേവി വീണ്ടും ഓർത്തെടുക്കുകയാണ്. ബാലൻ പറഞ്ഞില്ലേ ഇനി ദേവി ഈ വീട്ടിൽ വേണ്ട, ഇറങ്ങിപ്പൊക്കോളാനൊക്കെ. അതൊക്കെ മനസ്സ് തകർത്ത് കളഞ്ഞു. അപ്പോൾ ദേവി പോവാൻ വാശിയിലാണ് കേട്ടോ. അവസാനം ഉദയഭാനു പറയാം, ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് കയറിക്കൊടുക്ക്. പിന്നെ നീ അപ്പോഴേ എല്ലാവരുടെ മുന്നിൽ വെച്ച് ബാലനെ അടിക്കാൻ ഓങ്ങിയത് നീ കണ്ടതല്ലേ. ഇനി ഒരിക്കൽ കൂടെ നീ ചെന്ന് കയറൂ. അവസാനം നിൻ്റെ അച്ഛൻ്റെ ശവമായിരിക്കും അവിടെ വീണത്. അയാളെന്നെ അടിച്ചു കൊല്ലും. അത് നിനക്ക് കാണണോ? നിൻ്റെ അച്ഛൻ ചാവണോടി പറ. അത് ചോദിക്കുമ്പോൾ ദേവി ആകെ തളർന്നു പോയി കേട്ടോ. പിന്നെ ദേവിയും അച്ഛനും അമ്മയും പറയണ എന്നെ കേട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്